ഹലോ, എല്ലാവർക്കും ഓൺലൈൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് SAP ബിസിനസ് വണ്ണിൻ്റെ പർച്ചേസ് പ്രോസസ്സിലുള്ള പർച്ചേസ് കൊട്ടേഷൻ എന്നുള്ളൊരു ഡോക്യുമെൻ്റാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതും പർച്ചേസ് പ്രോസസ്സിനെ പറ്റിയാണ്. പർച്ചേസ് പ്രോസസ്സിൻ്റെ സീരീസാണ് ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പർച്ചേസ് റിക്വസ്റ്റിനെ കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പർച്ചേസ് റിക്വസ്റ്റ് എന്താണ്, അതിൻ്റെ ബെനിഫിറ്റ് എന്താണ്, അതുപോലെ എങ്ങനെ SAP ബിസിനസ് വണ്ണിൽ പർച്ചേസ് റിക്വസ്റ്റ് ജനറേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. ഈ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യുന്നത് പർച്ചേസ് കൊട്ടേഷൻ എന്താണ്, പർച്ചേസ് കൊട്ടേഷൻ എങ്ങനെയാണെന്നുള്ളതൊക്കെയാണ്. ഇത് കഴിഞ്ഞ വീഡിയോൻ്റെ അതേ കണ്ടിന്യൂഷനാണ് ഈ വീഡിയോ വരുന്നത്. കഴിഞ്ഞ വീഡിയോ കാണാത്തവർ തീർച്ചയായും ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോയിൽ നമ്മൾ മേജറായി ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് പർച്ചേസ് കൊട്ടേഷൻ, ബെനിഫിറ്റ് ഓഫ് പർച്ചേസ് കൊട്ടേഷൻ, ദെൻ ഒരു സിസ്റ്റം ഡെമോ. SAP ബിസിനസ് വണ്ണിൽ എങ്ങനെ പർച്ചേസ് കൊട്ടേഷൻ യൂസ് ചെയ്യാന്നുള്ളതിൻ്റെ ഒരു സിസ്റ്റം ഡെമോ, ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പർച്ചേസ് കൊട്ടേഷൻ എന്താണെന്ന് നോക്കാം. എ പർച്ചേസ് കൊട്ടേഷൻ ഈസ് എ ഡോക്യുമെൻറ്റ് ദാറ്റ് എ സെല്ലർ പ്രൊവൈഡ് ടു എ പൊട്ടൻഷ്യൽ ബയ്യർ വിത്ത് ഡീറ്റെയിൽ അബൌട്ട് ദ പ്രൊഡക്ട്സ് ഓർ സർവീസ് ദ ബയ്യർ ഈസ് ഇൻട്രസ്റ്റഡ് ടു പർച്ചേസ്. അതായത് ഒരു കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ ഒരു കസ്റ്റമർ ഒരു കാറ് വാങ്ങാൻ തീരുമാനിച്ചെന്ന് ഉദ്ദേശിക്കുക. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് കാറ് അവൈലബിൾ ആയിട്ടുണ്ട്. അയാളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാറ് അവൈലബിൾ ആയിട്ട് മാർക്കറ്റിൽ. അതുപോലെ ആ കാറ് വിൽക്കുന്ന ഒരുപാട് വെൻഡേഴ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു കാറ് വാങ്ങണം എന്നൊരു കസ്റ്റമർ തീരുമാനിച്ചാൽ, ഒരു വ്യക്തി തീരുമാനിച്ചാൽ, അയാൾക്ക് ആ കാറിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ വെച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് വിൽക്കുന്നവർ കൊടുക്കും. അതായത് സപ്പോസ് ഒരു കാറ് എ എന്ന് പറഞ്ഞ വ്യക്തി ഒരു കാറ് വാങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ അയാൾക്ക് ഒരുപാട് കാർ മാർക്കറ്റിലുള്ളതായിട്ട് കണ്ടു. അതിൽ വിൽക്കുന്നവരും ഒരുപാടുണ്ട്. ഇയാൾ എന്ത് ചെയ്യും? ഈ കസ്റ്റമർ അല്ലെങ്കിൽ ഈ വാങ്ങുന്ന ആളെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ വിൽക്കുന്ന ഓരോ ആളെയും കണക്ട് ചെയ്യും, ഓരോ ആളോടും സംസാരിക്കും. കാറിൻ്റെ വില എന്താണ്, അതിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് എന്താണ്, അതിൽ വിൽക്കുന്നവർ തരുന്ന സർവീസ് എന്താണ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഓരോ വിൽക്കുന്ന ആളെയും ഈ വാങ്ങുന്ന ആൾ, അതായത് കസ്റ്റമർ വെൻഡറെ സമീപിക്കും ഈ ഓരോ ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകളെ ഈ കസ്റ്റമർ സമീപിക്കും. അപ്പോൾ ഈ വെൻഡർ എന്ത് ചെയ്യും, അതായത് വിൽക്കുന്ന ആൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇയാളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള കാറിൻ്റെ പ്രൈസും അതിൻ്റെ സർവീസ്, അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിൻ്റെ ക്വാളിറ്റിയും സർവീസ് എന്താണെന്നുള്ളതും അതിൻ്റെ ഫീച്ചറെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ഈ വാങ്ങുന്ന ആൾക്ക് കൊടുക്കും. അതായത് വെൻഡർ ഒരു കസ്റ്റമറിന് കൊടുക്കും. ഓക്കെ, അതിലെന്തൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാകുമെന്ന് വെച്ചാൽ പ്രൊഡക്റ്റിൻ്റെ ഫീച്ചർ ഉണ്ടായിരിക്കും, പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഉണ്ടായിരിക്കും, ഈ പ്രൊഡക്ട്സ് മീൻസ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്ന കാറാണ്, കാറിൻ്റെ ഫീച്ചർ ഉണ്ടായിരിക്കും, കാറിൻ്റെ പ്രൈസ് എന്താണ് ഉണ്ടായിരിക്കും, അതിൻ്റെ എന്ത് സർവീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്, എന്ത് സർവീസാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നതെന്നുണ്ടായിരിക്കും, അത് ഏത് ടൈമിൽ കസ്റ്റമറിന് ഡെലിവറി ചെയ്യാം, ഏത് ടൈമിൽ കസ്റ്റമർ ഡെലിവറി ചെയ്യാന്നുള്ള ഡീറ്റെയിൽ ഉണ്ടായിരിക്കും, മറ്റ് പേയ്മെൻറ്റ് ടേമും മറ്റ് കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഇൻഫർമേഷൻ എല്ലാം വെച്ചുകൊണ്ട് വെൻഡർ കസ്റ്റമറിന് ഒരു ഡോക്യുമെൻ്റ് നൽകും. അപ്പോൾ ഈ കസ്റ്റമർ മൾട്ടിപ്പിൾ വെൻഡറെ കയ്യിൽ നിന്ന് ഈ സെയിം പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ കളക്ട് ചെയ്യുന്ന ആ ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ കൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ടിപ്പിക്കലി ഇൻക്ലൂഡഡ് സച്ച് ആസ് ദ ഐറ്റം ഡിസ്ക്രിപ്ഷൻ, ക്വാണ്ടിറ്റി, പ്രൈസ്, ഡെലിവറി ടൈം ആൻഡ് എനി പേയ്മെൻറ്റ്, എനി ടേംസ് ഓർ കണ്ടീഷൻസ് ഓഫ് ദ സെയിൽ. ഓക്കെ, അതായത് നേരത്തെ പറഞ്ഞ തന്നെ ഈ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൈസും അതിൻ്റെ ടേംസ്, ആ വിൽക്കുന്നവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസും അതിൻ്റെ ഡെലിവറി ടൈമൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് ആയിരിക്കും അത്. ഓക്കെ, അതിനെയാണ് ഒരു പർച്ചേസ് കൊട്ടേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പർച്ചേസ് കൊട്ടേഷൻ്റെ ബെനിഫിറ്റ്സ്. ഹെൽപ്പ് ടു കമ്പയർ കോഡ്സ് ഫ്രം ഡിഫറെൻറ്റ് സപ്ലയർ ഫോർ ദ സെയിം ടൈം, സെയിം പ്രൊഡക്ട്സ് ഓർ സർവീസ്. അതായത് ഞാൻ പറഞ്ഞു, നമ്മൾ ഒരേ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ വെൻഡറെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഒരേ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട്, കാർ എന്ന പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് കാർ വിൽക്കുന്ന ഡിഫറെൻറ്റ് വെൻഡേഴ്സിനെ നമ്മൾ കളക്ട് ചെയ്യും. അപ്പോൾ ഈ ഡിഫറെൻറ്റ് വെൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്നും നമ്മൾ പ്രൈസും ഇൻഫർമേഷനും അതിൻ്റെ ഡെലിവറി ടൈമും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വെച്ചിട്ടുള്ള ഡോക്യുമെൻറ്റ് നമ്മൾ കളക്ട് ചെയ്യും. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ ആ ഡിഫറെൻറ്റ് സപ്ലയറുടെ കയ്യിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് നമ്മളെ കയ്യിൽ കിട്ടും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏത് വെൻഡറുടെ കയ്യിൽ നിന്നാണ് നമുക്ക് കൂടുതൽ റേറ്റ് കുറച്ച് കിട്ടുന്നത്, പ്രൈസ് കുറച്ച് കിട്ടുന്നത്, ആരാണ് കൂടുതൽ സർവീസ് തരുന്നത്, ആരാണ് നമുക്ക് വേണ്ട ടൈമിൽ അത് ഡെലിവറി ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നെക്സ്റ്റ് പോയിന്റ്, കൊട്ടേഷൻ പ്രൊവൈഡ് എ ബേസിക് ഫോർ നാവിഗേഷൻ വിത്ത് സപ്ലയർ.
അതായത് നമ്മൾ മൾട്ടിപ്പിൾ വെൻഡേഴ്സിനെ നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മൾട്ടിപ്പിൾ വെൻഡേഴ്സിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷനും നമുക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഈസിലി കൺവേർട്ടഡ് ഇൻ ടു എ പർച്ചേസ് ഓർഡർ റെഡ്യൂസിങ് മാനുവൽ ഡാറ്റ എൻട്രി ആൻഡ് മിനിമൈസ് എറർ. അതായത് നമ്മൾ ഓൾറെഡി കമ്പനിക്കകത്ത് എന്താ നടക്കുന്നത്, നമ്മൾ മൾട്ടിപ്പിൾ വെൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്നുള്ള പർച്ചേസ് കൊട്ടേഷൻ നമ്മൾ വാങ്ങിയിട്ടുണ്ടാവും. ഈ കൊട്ടേഷൻസ് എല്ലാം നമ്മൾ SAP ബിസിനസ് വണ്ണിനകത്ത് അല്ല എന്നുണ്ടെങ്കിൽ മറ്റേ സോഫ്റ്റ്വെയറിനകത്തോ ആയിക്കോട്ടെ നമ്മൾ ഡാറ്റ ഫീഡ് ചെയ്യും. കൊട്ടേഷൻസ് അവർ തന്ന പ്രൈസും മറ്റു കാര്യങ്ങളും വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഡാറ്റ ഫീഡ് ചെയ്യും, ഡാറ്റ എൻ്റർ ചെയ്യും. അപ്പോൾ നമുക്ക് വൺസ് ഒരു കൊട്ടേഷൻ നമുക്ക് ഓക്കെ ആണ്, പ്രൈസ് എല്ലാം ഓക്കെ ആണ്, ഇന്ന സപ്ലയറെ നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസിലി ആ പർച്ചേസ് കൊട്ടേഷനെ പർച്ചേസ് ഓർഡറായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പർച്ചേസ് ഓർഡറിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഒരു ഡാറ്റ എൻട്രിയുടെ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടതില്ല. അതുപോലെ നമുക്ക് പുതിയൊരു ഡാറ്റ എൻട്രി ചെയ്യുന്ന സമയത്തുള്ള എറർ ഇതെല്ലാം നമുക്ക് കുറയ്ക്കാൻ കഴിയും. അപ്പോൾ പർച്ചേസ് കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ സിംപ്ലി ഒരു പ്രൊഡക്റ്റിന് വേണ്ടി മൾട്ടിപ്പിൾ വെൻഡറുടെ കയ്യിൽ നിന്ന് നമ്മൾ ഫസ്റ്റിൽ വാങ്ങുന്ന അവരുടെ പ്രൈസും വില വിവരങ്ങളും അറിയാൻ വേണ്ടി വാങ്ങുന്ന ഒരു ഡോക്യുമെൻ്റാണ് പർച്ചേസ് കൊട്ടേഷൻ എന്നുള്ളത്. ആ പർച്ചേസ് കൊട്ടേഷൻ നമ്മൾ സോഫ്റ്റ്വെയറിൽ എൻ്റർ ചെയ്യുന്നു. ആ സോഫ്റ്റ്വെയർ ആ എൻ്റർ ചെയ്ത ഡാറ്റ വെച്ചിട്ട് നമ്മൾ ഏറ്റവും ബെസ്റ്റായ പ്രൈസിലുള്ള വെൻഡറെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു പർച്ചേസ് കൊട്ടേഷൻ്റെ ഒരു പ്രോസസ്സ് വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് SAP ബിസിനസ് വണ്ണിൽ എങ്ങനെ ഈ പർച്ചേസ് കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇതാണ് SAP ബിസിനസ് വണ്ണിൻ്റെ സ്ക്രീൻ വരുന്നത്. ഓക്കെ, അപ്പോൾ പർച്ചേസ് കൊട്ടേഷൻ ഉള്ളത് പർച്ചേസ് AP എന്ന മൊഡ്യൂൾസിൻ്റെ അണ്ടറിലാണ്. പർച്ചേസ് മൊഡ്യൂളിൻ്റെ അണ്ടറിലാണ് പർച്ചേസ് കൊട്ടേഷൻ വരുന്നത്. ഇതാണ് പർച്ചേസ് AP എന്ന മൊഡ്യൂൾ വരുന്നത്. ഇങ്ങനെ പർച്ചേസ് AP ഡ്രിൽ ചെയ്ത് കഴിഞ്ഞാൽ പർച്ചേസ് കൊട്ടേഷൻ എന്ന ഓപ്ഷൻ ഇവിടെ കാണും. ഇനി ഇങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പർച്ചേസ് കൊട്ടേഷൻ എന്ന് ഈ ലുക്കപ്പ് മെനു, ഈ മെനു സെർച്ചിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുകയും ചെയ്യും. പർച്ചേസ് കൊട്ടേഷൻ, ഇതാണ് ഒരു പർച്ചേസ് കൊട്ടേഷൻ്റെ ഒരു ഫോം വരുന്നത്. അപ്പോൾ ഒരു പർച്ചേസ് കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പല വഴികളുണ്ട് SAP ബിസിനസ് വണ്ണിനകത്ത്. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു, പർച്ചേസ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ഡോക്യുമെൻ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ പർച്ചേസ് റിക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പർച്ചേസ് കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യാം. അതെന്താ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ, നമുക്ക് പർച്ചേസ് റിക്വസ്റ്റ് ഒരു നമ്മളെ വെയർഹൗസിൽ നിന്ന് ഹെഡ് ഓഫീസിലേക്ക് അല്ലെങ്കിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമുക്ക് പർച്ചേസ് റിക്വസ്റ്റ് വരാം. ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് പർച്ചേസ് റിക്വസ്റ്റ് വരാം. അപ്പോൾ ആ റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, SAP ബിസിനസ് വണ്ണിൽ ഒരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിനെ അതുപോലെ തന്നെ പർച്ചേസ് കൊട്ടേഷൻ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് ഒരു പ്രോസസ്സ്. അപ്പോൾ കൺവേർട്ട് ചെയ്യുന്നിടത്ത് കോപ്പി ടു കോപ്പി ഫ്രം എന്നുള്ള 2 ഓപ്ഷൻസ് ഉണ്ട്. അതുകൂടാതെ നമുക്ക് ഡയറക്റ്റ് ഒരു റിക്വസ്റ്റ് ഇല്ലാതെ ഡയറക്റ്റ് പർച്ചേസ് കൊട്ടേഷനും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇനി അതും കൂടാതെ പർച്ചേസ് റിക്വസ്റ്റിൻ്റെ ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് പർച്ചേസ് കൊട്ടേഷനും ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് പർച്ചേസ് റിക്വസ്റ്റ് എന്ന് എങ്ങനെ പർച്ചേസ് കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഫൈൻഡ് ചെയ്താൽ ഡേറ്റ് വെച്ച് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 പർച്ചേസ് റിക്വസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ട്. 2 പർച്ചേസ് റിക്വസ്റ്റ് ഇവിടെ കാണുന്നുണ്ട്. ഈ പർച്ചേസ് റിക്വസ്റ്റിന് ഡ്രിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് പർച്ചേസ് റിക്വസ്റ്റ് വരുന്നത്. ഈ പർച്ചേസ് റിക്വസ്റ്റിനെ നമുക്ക് പർച്ചേസ് കൊട്ടേഷനാക്കി കൺവേർട്ട് ചെയ്യാം. ഇവിടെ താഴെ കണ്ടോ, കോപ്പി ടു പർച്ചേസ് കൊട്ടേഷൻ, കോപ്പി ടു പർച്ചേസ് കൊട്ടേഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ പർച്ചേസ് റിക്വസ്റ്റിലുള്ള ഇൻഫർമേഷൻ എന്താണോ ആ ഇൻഫർമേഷൻ അതുപോലെ പർച്ചേസ് കൊട്ടേഷനിലേക്കും കോപ്പി ആയിക്കോളും. ഇതാണ് പർച്ചേസ് കൊട്ടേഷൻ്റെ ഡോക്യുമെൻ്റാണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഏത് വെണ്ടറിനാണോ കൊട്ടേഷൻ കൊടുക്കുന്നത് ആ വെണ്ടറെ സെലക്ട് ചെയ്യുക. അതുപോലെ ഇവിടെ നമുക്ക് കുറച്ച് ഇൻഫർമേഷൻസ് കാണാൻ കഴിയും. ഇതാണ് വെണ്ടർ സെലക്ട് ചെയ്യുന്നത്, ഇത് വെണ്ടറിൻ്റെ കറൻസി, ഇത് ബ്രാഞ്ച്, ഇത് കൊട്ടേഷൻ എൻ്റർ ചെയ്യുന്ന ഡേറ്റ്, കൊട്ടേഷൻ്റെ വാലിഡിറ്റി ഡേറ്റ്, ഡോക്യുമെൻ്റ് ഡേറ്റ്, റിക്വയർഡ് ഡേറ്റ്. റിക്വയർഡ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്നാണ് നമുക്ക് ആ പ്രൊഡക്റ്റ് വേണ്ടതെന്നുള്ള റിക്വയർഡ് ഡേറ്റ്, അതാണ് ഈ കാണിക്കുന്നത്. നെക്സ്റ്റ് റിക്വയർഡ് ക്വാണ്ടിറ്റി, അതാണ് നമുക്ക് ഈ ഹെഡർ ഇൻഫർമേഷനിൽ കാണാൻ കഴിയുന്നത്. വെണ്ടർ കോഡ്, റെഫറൻസ് നമ്പർ, കറൻസി, ബ്രാഞ്ച്, ഇപ്പോൾ ഡേറ്റ്, പോസ്റ്റിംഗ് ഡേറ്റ്, വാലിഡ് ഡേറ്റ്, ഡോക്യുമെൻ്റ് ഡേറ്റ്, റിക്വയർഡ് ഡേറ്റ്, ഇങ്ങനത്തെ ഇൻഫർമേഷനാണ് ഈ മുകളിൽ കാണാൻ കഴിയുന്നത്. നെക്സ്റ്റ് ഈ കണ്ടൻറ്റ് ടാബിലാണ് നമുക്ക് ഏതൊക്കെ ഐറ്റംസ് ആണ് വേണമെന്ന് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 ഐറ്റംസ് ഇവിടെ ഡിഫോൾട്ടായിട്ട് വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് വന്നെന്ന് വെച്ചാൽ നമ്മൾ പർച്ചേസ് റിക്വസ്റ്റ് നിന്ന് കോപ്പി ടു കൊടുക്കുക ചെയ്ത്, അതുകൊണ്ട് ഇവിടെ ആ പർച്ചേസ് റിക്വസ്റ്റിലുള്ള ഐറ്റം ഇതുപോലെ വന്നു. അവിടെ എത്ര ക്വാണ്ടിറ്റിയാണ് അവർക്ക് വേണ്ടത് എന്നുള്ള ഇൻഫർമേഷൻ ഇവിടെ വന്നു. അപ്പോൾ ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്ന ആളെ കയ്യിൽ ഈ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു,
6 ക്വാണ്ടിറ്റിയാണ്, റിക്വയർഡ് ക്വാണ്ടിറ്റി 6ആണ്, ഈ ഐറ്റത്തിന് 5ഉമാണ്. അതിൻ്റെ റിക്വയർഡ് ഡേറ്റ് 14ആണ്, രണ്ടും 14ആണ്. അപ്പോൾ ഇവിടെ ക്വാർട്ടർ ക്വാണ്ടിറ്റി, അപ്പോൾ അവർക്ക് റിക്വസ്റ്റ് വന്നത് 6 ക്വാണ്ടിറ്റിക്കാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, ഒരു 5 ക്വാണ്ടിറ്റിക്കുള്ള കൊട്ടേഷൻ വാങ്ങണം. ഓക്കെ, ഈ രണ്ടാമത്തെ ഐറ്റത്തിന് 4 ക്വാണ്ടിറ്റിക്കുള്ള കൊട്ടേഷൻ വാങ്ങണം. കൊട്ടേഷൻ കൊടുത്ത ഡേറ്റ് എൻ്റർ ചെയ്യുന്നു. ദെൻ യൂണിറ്റ് പ്രൈസ്, ആ വെൻഡർ ഈ ഐറ്റത്തിന്, ഈ 2 ഐറ്റത്തിനും 5 ക്വാണ്ടിറ്റി 4 ക്വാണ്ടിറ്റിക്ക് കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു പ്രൈസ് കൊടുത്തിട്ടുണ്ടാവും. ആ പ്രൈസ് നമ്മളിവിടെ എൻ്റർ ചെയ്യുന്നു. ഡിസ്കൗണ്ട് എന്തുണ്ടെങ്കിൽ നമുക്കിവിടെ ഡിസ്കൗണ്ട് എൻ്റർ ചെയ്യാം. അത് ടാക്സ് കോഡാണ്, ടാക്സ് കോഡ് ഫില്ല് ചെയ്യാം, സെലക്ട് ചെയ്യാം. ഇത് വെയർഹൗസ്, ഏത് വെയർഹൗസിലേക്കാണ് നമ്മൾ ആ കൊട്ടേഷൻ എടുക്കുന്നതെന്നുള്ള ഇൻഫർമേഷനാണിത്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ വെയർഹൗസ് ഇവിടെ കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വെയർഹൗസിനെ ചേഞ്ച് ചെയ്യാം. ഏത് വെയർഹൗസിലേക്കാണോ നമ്മൾ ആ പ്രോഡക്റ്റ് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് നമുക്കിവിടെ വെയർഹൗസ് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു കൊട്ടേഷൻ്റെ ഇൻഫർമേഷൻ വരുന്നത് ഈ കണ്ടൻറ് ടാബിൽ വരുന്നതാണ്. ഓരോ ഐറ്റത്തിൻ്റെ ഡീറ്റെയിലും അതിൻ്റെ വിലയും ക്വാണ്ടിറ്റിയും അതിൻ്റെ ക്വാർട്ടർ ഡേറ്റും എല്ലാം വെച്ചിട്ടുള്ള ഇൻഫർമേഷനാണ് ഈ കണ്ടൻറ് ടാബിൽ വരുന്നത്. നെക്സ്റ്റ് ഇവിടെ കാണുന്നതാണ് 4 ടാബ്, ലോജിസ്റ്റിക്, അക്കൗണ്ടിങ്, അറ്റാച്ച്മെൻറ്റ്. ഈ ലോജിസ്റ്റിക് ടാബിൽ വരുന്ന ഇൻഫർമേഷനാണ്, അഡ്രസ്സാണ് ഇതിൽ കാണിക്കുക. നെക്സ്റ്റ് വരുന്നതാണ് അക്കൗണ്ടിങ് ടാബ്. അക്കൗണ്ടിങ് ടാബിൽ പ്രധാനമായും കാണിക്കുന്നത് ആ വെൻഡറുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള പേയ്മെൻറ്റ് ടേംസ് ആണ് ഇവിടെ പ്രധാനമായിട്ട് കാണിക്കുന്നത്. അതിനെ ചേഞ്ച് ചെയ്യാനും നമ്മൾ ആവശ്യത്തിന് യൂസ് ചെയ്യാനും ഈ ടാബ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് അറ്റാച്ച്മെൻറ്റിൻ്റെ ടാബാണ് കാണിക്കുന്നത്. അറ്റാച്ച്മെൻറ്റിൻ്റെ ടാബിനകത്ത് ബ്രൗസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ബ്രൗസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ വെൻഡർ തന്ന കൊട്ടേഷൻസ് നമുക്ക് എൻ്റർ ചെയ്ത് വയ്ക്കാൻ കഴിയും. അപ്പോൾ ഇത്രപോലെ ഇൻഫർമേഷനാണ് ഈ ടാബിൽ കാണിക്കുന്നത്. നെക്സ്റ്റ് കാണിക്കുന്നത് താഴെ കണ്ടോ, ബയ്യർ, ഓണർ എന്നുള്ള 2 ഫീൽഡ് ഉണ്ട്. ബയ്യർ എന്നുള്ളത് ആ പർച്ചേസുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന കമ്പനിയുടെ ഉള്ളിലുള്ള സ്റ്റാഫിൻ്റെ പേരാണ് ഈ ബയ്യറിൽ നമ്മൾ സെലക്ട് ചെയ്യാം. ഓക്കെ, ആ പർച്ചേസ് ആരാണോ ഹാൻഡിൽ ചെയ്യുന്നത് അവരെ ഇൻഫർമേഷൻ. നെക്സ്റ്റ് ഓണർ എന്നുള്ള ഫീൽഡ് എന്തിനാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ ഡോക്യുമെൻ്റ് എൻ്റർ ചെയ്യുന്നത് ആരാണോ ആ എൻ്റർ ചെയ്യുന്ന വ്യക്തിയുടെ പേരാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഓരോ മാസ്റ്റർ ഡാറ്റയാണ്. നമ്മൾ ഈ സെലക്ട് ചെയ്യുന്നതൊക്കെ ഓരോ മാസ്റ്റർ ഡാറ്റ. അത് SAP ബിസിനസ് 1ൻ്റെ ഓരോ മാസ്റ്റർ അഡീഷണൽ മാസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാൻ വരുന്ന ഓപ്ഷൻസാണ് ഇതെല്ലാം. നെക്സ്റ്റ് ഇവിടെ സൈഡിൽ കണ്ടോ, ഈ കാണിക്കുന്നതാണ് ഈ കൊട്ടേഷൻ്റെ ടോട്ടൽ എമൗണ്ടും അതിൻ്റെ ടാക്സ് എത്രയാണെന്നുള്ള കാര്യങ്ങളെല്ലാമാണ് ഈ സൈഡിൽ കാണിക്കുന്നത്. ടോട്ടൽ ബിഫോർ ഡിസ്കൗണ്ട്, ഡിസ്കൗണ്ട് എമൗണ്ട്, ഫ്രൈറ്റ്, റൗണ്ടിങ്, ടാക്സ്, ടോട്ടൽ പേയ്മെൻറ്റ് ഡ്യൂ എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അഡീഷണൽ ഡിസ്കൗണ്ട് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പെർസെൻറ്റേജ് എമൗണ്ടോ നമുക്കിവിടെ കൊടുക്കാൻ കഴിയും. പെർസെൻറ്റേജ് എമൗണ്ട് ഇവിടെ കൊടുക്കാൻ കഴിയും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഈ ടോട്ടലിൻ്റെ എമൗണ്ടും നമുക്ക് കുറഞ്ഞ് കിട്ടും. ഇനി അത് കൂടാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പർച്ചേസുമായിട്ട് കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഫ്രൈറ്റ് ചാർജ് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടെങ്കിൽ ആ ഫ്രൈറ്റ് ചാർജ് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്രൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഫ്രൈറ്റ് എമൗണ്ടും കൊടുത്തുകൊണ്ട് നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതാണ് ഒരു പർച്ചേസ് കൊട്ടേഷൻ. ഇത് നമ്മൾ ചെയ്തത് ഡയറക്റ്റ്ലി പർച്ചേസ് റിക്വസ്റ്റിൽ നിന്ന് പർച്ചേസ് കൊട്ടേഷനിലേക്ക് കോപ്പിറ്റ് ചെയ്യുക. ഇവിടെ താഴെ നമുക്കിനി സേവ് ചെയ്യണം. സേവ് ചെയ്യാനുള്ള ഓപ്ഷൻസാണ് ഇവിടെ ആഡ് ആൻഡ് ന്യൂ, ആഡ് ആൻഡ് വ്യൂ, ആഡ് ആൻഡ് ക്ലോസ് എന്നുള്ള 3 ഓപ്ഷൻസ് ഉണ്ട്. ഇത് നമുക്ക് ഓരോ ഡോക്യുമെൻറ്റ് ഡിസ്കസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. ജസ്റ്റ് ഞാൻ ഇവിടെ ആഡ് ആൻഡ് വ്യൂ ക്ലിക്ക് ചെയ്യുന്നു. ആഡ് ആൻഡ് വ്യൂ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഈ പർച്ചേസ് കൊട്ടേഷൻ എന്നുള്ള ഡോക്യുമെൻറ്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്, ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഒരു മെത്തേഡാണ്. നെക്സ്റ്റ് ഒരു മെത്തേഡാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പർച്ചേസ് കൊട്ടേഷൻ. അത് പർച്ചേസ് കൊട്ടേഷന് കോപ്പി ഫ്രം ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വെൻഡർ സെലക്ട് ചെയ്യുന്നു, ലിസ്റ്റിൽ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം, വെൻഡറിൻ്റെ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ കീബോർഡിൽ ടാബോ യൂസ് ചെയ്യാം. അപ്പോൾ ലിസ്റ്റ് ഓപ്പൺ ആയി വരും. വെൻഡർ സെലക്ട് ചെയ്യുന്നു. വെൻഡർ സെലക്ട് ചെയ്ത് താഴെ കോപ്പി ഫ്രം പർച്ചേസ് റിക്വസ്റ്റ്. നേരത്തെ പർച്ചേസ് റിക്വസ്റ്റിന് കോപ്പി ടു ആയിരുന്നു, ഇതിന് കോപ്പി ഫ്രം പർച്ചേസ് റിക്വസ്റ്റ് ഉണ്ട്. ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിക്വസ്റ്റ് ഓപ്പൺ ആയി വരും. അപ്പോൾ ഇങ്ങനെ ഒരു ഡ്രോ ഡോക്യുമെൻറ്റ് വിസാർഡ് വരും. ഇതെന്തിനാണെന്ന് വെച്ചാൽ പർച്ചേസ് റിക്വസ്റ്റിനെ തന്നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് അതിനെ ഫിൽറ്റർ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണിത്. ഡോക്യുമെൻറ്റ് വിസാർഡ് എന്ന് പറയും. ഡ്രോ ഓൾ ഡാറ്റ എന്ന് പറഞ്ഞാൽ പർച്ചേസ് റിക്വസ്റ്റിലുള്ള എല്ലാ ഡാറ്റയും അതുപോലെ തന്നെ പർച്ചേസ് കൊട്ടേഷനിലേക്ക് കൺവേർട്ട് ആവും. കസ്റ്റമൈസ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ കഴിയും. ഐറ്റം വേണ്ടെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് പർച്ചേസ് കൊട്ടേഷനിലേക്ക് ഓരോ ഡാറ്റ എടുക്കാൻ കഴിയും. ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ചേഞ്ച് ചെയ്യാം. ഇവിടെ ഞാൻ
ഒരൈറ്റം മാത്രം സെലക്ട് ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് ഫിനിഷ് കൊടുക്കുന്നു. അപ്പോൾ എന്ത് ചെയ്തു, ആ വിസാർഡ് യൂസ് ചെയ്തിട്ട് ഒരൈറ്റം മാത്രം ഇങ്ങോട്ട് സെലക്ട് ആയി വന്നു. ഓക്കെ, കോട്ടഡ് ക്വാണ്ടിറ്റി കൊടുക്കുന്നു. എത്ര പ്രൈസിനാണ് അവർ നമുക്കത് തരുന്നു എന്നുള്ള കാര്യം ഇവിടെ കൊടുക്കുന്നു. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ താഴെ ഓട്ടോ ഫില്ലായിട്ട് വരും. ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബയ്യർ ആരാണ്, അതിൻ്റെ ഓണർ ആരാണെന്നുള്ള കാര്യങ്ങൾ. ദെൻ റിമാർക്ക്. ഈ റിമാർക്കിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത് നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് വയ്ക്കാം. അഡീഷണൽ ഇൻഫർമേഷൻ എന്തെങ്കിലും നമുക്ക് അതിനെ പറ്റിയിട്ട് പറയാനുണ്ടെങ്കിൽ നമുക്കത് ഇവിടെ ടൈപ്പ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇനിയെല്ലാം പഴയ പോലെ തന്നെ ആഡ് ആൻഡ് വ്യൂ. അപ്പോൾ നമ്മൾ നേരത്തെ ആഡ് ആൻഡ് വ്യൂ ആണ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആഡ് ആൻഡ് ന്യൂ ആണ്. അപ്പോൾ ആഡ് ആൻഡ് വ്യൂ ചെയ്തപ്പോൾ ആ പർച്ചേസ് കൊട്ടേഷൻ ഡോക്യുമെൻ്റ് അതുപോലെ തന്നെ അവിടെ ഓപ്പൺ ആയിട്ട് നിന്നു. ഓക്കെ, നമ്മൾ ചെയ്യുന്നത് ആഡ് ആൻഡ് ന്യൂ. ആഡ് ആൻഡ് ന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത പർച്ചേസ് റിക്വസ്റ്റ് ക്ലോസ് ആയി പോകും. അതായത് ഓൾറെഡി ചെയ്ത പർച്ചേസ് റിക്വസ്റ്റ് ക്ലോസ് ആയിട്ട് പുതിയ പർച്ചേസ് റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഫോമാണ് ഓപ്പൺ ആയി വരിക. ഓക്കെ, ഇതാണ് മറ്റൊരു മെത്തേഡ് വരുന്നത്. നെക്സ്റ്റ് ഒരു മെത്തേഡാണ് പർച്ചേസ് കൊട്ടേഷൻ ഡയറക്റ്റ്ലി നമുക്ക് എൻ്റർ ചെയ്യാം. ഓക്കെ, പർച്ചേസ് കൊട്ടേഷൻ ഡയറക്റ്റ്ലി എൻ്റർ ചെയ്യാം. ഇപ്പോൾ ഒരു ബേസ് ഡോക്യുമെൻ്റ് ഇല്ലാതെ, പർച്ചേസ് റിക്വസ്റ്റ് ഇല്ലാതെ പർച്ചേസ് കൊട്ടേഷൻ ഡയറക്റ്റ്ലി എൻ്റർ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരിട്ട് പർച്ചേസ് കൊട്ടേഷൻ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ വെൻഡർ സെലക്ട് ചെയ്യുന്നു. ഡേറ്റും മറ്റു കാര്യങ്ങളും ഫില്ല് ചെയ്യുന്നു. അതുകൂടാതെ ഏത് ഐറ്റത്തിനാണ് നമുക്ക് കൊട്ടേഷൻ എൻ്റർ ചെയ്യേണ്ടതെന്നുള്ള ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കുന്നു. ഐറ്റം മാനുവലി സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ റിക്വയർഡ് ക്വാണ്ടിറ്റി കൊടുക്കുന്നു. റിക്വയർഡ് ഡേറ്റും റിക്വയർഡ് ക്വാണ്ടിറ്റിയും കൊടുക്കുന്നു. കോട്ടഡ് ക്വാണ്ടിറ്റി കൊടുക്കുന്നു. കോട്ടഡ് ഡേറ്റ് കൊടുക്കുന്നു. യൂണിറ്റ് പ്രൈസ്, എത്ര പ്രൈസാണ് അതിന് നമ്മൾ ആ പ്രൊഡക്റ്റിന് നമുക്ക് കൊട്ടേഷൻ കിട്ടിയിട്ടുള്ള ആ പ്രൈസ് കൊടുക്കുന്നു. ദെൻ ടാക്സ് കോഡ്. ഈ ടാക്സ് കോഡൊക്കെ നമുക്ക് പ്രൊഡക്റ്റിനനുസരിച്ചിട്ട് പ്രീ ഡിഫൈൻ ചെയ്ത് വയ്ക്കാം. അത് അങ്ങനെ പ്രീ ഡിഫൈൻ ചെയ്ത് വയ്ക്കുമ്പോൾ ഡോക്യുമെൻറ്റിലേക്കല്ല അത് ഓട്ടോമാറ്റിക്കലി പിക്ക് ആയിക്കോളും. ഇനി അങ്ങനെയല്ല, നമുക്ക് മാനുവലി ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാനുവലി ചേഞ്ച് ചെയ്യുകയും ചെയ്യാം. ദെൻ വെയർഹൗസ്, ഏത് വെയർഹൗസിലേക്കാണോ നമുക്ക് പിക്ക് ചെയ്യേണ്ടത് ആ വെയർഹൗസ് ഇവിടെ ഡിഫാൾട്ടായിട്ട് വരും. ഡിഫാൾട്ട് ചെയ്ത് വെക്കുന്ന വെയർഹൗസ് നമുക്ക് ഡിഫാൾട്ടായിട്ട് വരും. നമ്മൾ ഓരോ ക്രൈറ്റീരിയയ്ക്ക് അനുസരിച്ചിട്ടാണ് ഈ ഡിഫാൾട്ട് എല്ലാം നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ടാക്സ് കോഡ് ആയിക്കോട്ടെ, വെയർഹൗസ് ആയിക്കോട്ടെ, ഓരോ ക്രൈറ്റീരിയയ്ക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ഡിഫാൾട്ടായിട്ട് ഫിക്സ് ചെയ്യുന്നത്. മാനുവലി ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഐക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് മാനുവലി സെലക്ട് ചെയ്യുകയും ചെയ്യാം ഈ ലിസ്റ്റിൽ നിന്ന്. ദെൻ നമ്മളെ ബയർ ഇൻഫർമേഷൻ ആരാണോ അത് സെലക്ട് ചെയ്യുക, ഓണർ ആരാണോ അത് സെലക്ട് ചെയ്യുക. റിമാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ റിമാർക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ ഈ താഴെ ഈ പറഞ്ഞ ഇൻഫർമേഷനൊന്നും മാൻഡേറ്ററി അല്ല, നമുക്ക് അഡീഷണൽ കൊടുക്കുന്ന ഇൻഫർമേഷനാണ്. ഡോക്യുമെൻറ്റിന് വേണ്ടിയിട്ട് അഡീഷണൽ കൊടുക്കുന്ന ഇൻഫർമേഷനാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ ഇതാണ് പർച്ചേസ് കൊട്ടേഷൻ ഡയറക്റ്റ്ലി എൻ്റർ ചെയ്യുന്ന ഒരു മെത്തേഡ് വരുന്നത്. ഇതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ആഡ് ആൻഡ് ക്ലോസ് ഓപ്ഷൻ യൂസ് ചെയ്യുന്നു. ആഡ് ആൻഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ പർച്ചേസ് കൊട്ടേഷൻ എന്ന് പറഞ്ഞ ഫോം ഇതൊന്ന് ക്ലോസ് ആയിപ്പോയി. ഓക്കെ, ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും പർച്ചേസ് കൊട്ടേഷൻ ഓപ്പൺ ചെയ്യണം. അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്ന പർച്ചേസ് കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡാണ്. അതാണ് പർച്ചേസ് വിസാർഡ്. ഓക്കെ, അപ്പോൾ പർച്ചേസ് കൊട്ടേഷൻ വിസാർഡ് നമുക്കിവിടെ മെനുവിൽ സെർച്ച് ചെയ്യാം. പർച്ചേസ് കൊട്ടേഷൻ ജനറേഷൻ വിസാർഡ്. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഒരുപാട് പർച്ചേസ് റിക്വസ്റ്റ് വരുന്നുണ്ട്. ഒരു പ്രൊഡക്റ്റിന് തന്നെ മൾട്ടിപ്പിൾ പർച്ചേസ് റിക്വസ്റ്റ് വരുന്നുണ്ട്. അതായത് ഒരു കമ്പനിക്ക് ഒരു 5 ഔട്ട്ലെറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, 5 ഷോപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 5 ഷോപ്പിനും ഐറ്റംസ് പുതുതായിട്ട് വേണം. അപ്പോൾ അവർ റിക്വസ്റ്റ് ചെയ്യാം, എങ്ങോട്ട് ഹെഡ് ഓഫീസിലേക്ക് റിക്വസ്റ്റ് ചെയ്യുന്നത്. 5 ഷോപ്പിൽ നിന്നും കൂടെ റിക്വസ്റ്റ് ഹെഡ് ഓഫീസിലേക്ക് വരും. അപ്പോൾ ഈ ഹെഡ് ഓഫീസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവർ എന്ത് ചെയ്യണം, ഈ റിക്വസ്റ്റിനെ ചെക്ക് ചെയ്ത് കൊട്ടേഷൻ ആക്കണം. ഓക്കെ, അപ്പോൾ 5 ഷോപ്പിൽ നിന്നും അതിന് കൂടുതൽ ഷോപ്പിൽ നിന്നും ആയിട്ട് റിക്വസ്റ്റ് വരിക എന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക, ഓഫീസിലേക്കെല്ലാം റിക്വസ്റ്റും കൂടെ വരും. ഇത് ചെക്ക് ചെയ്ത് ഓരോ റിക്വസ്റ്റ് എടുത്ത് കൊട്ടേഷൻ ആക്കുമ്പോഴേക്കും ഒരുപാട് സമയമെടുക്കും. അതുകൂടാതെ മാൻ പവറും ഒരുപാട് വേണ്ടി വരും. അപ്പോൾ അതിനെ സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് SAP ബിസിനസ് ഓണിലെ മറ്റൊരു മെത്തേഡാണ് പർച്ചേസ് കൊട്ടേഷൻ ജനറേഷൻ വിസാർഡ് എന്ന്. ഇത് സിംപ്ലി ഈ വിസാർഡ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഡിഫറെൻറ്റ് പർച്ചേസ് കൊട്ടേഷനെ ജസ്റ്റ് ഒരു അനാലിസിസ് നടത്തി നമ്മൾ ഒറ്റ ക്ലിക്കിന് പർച്ചേസ് കൊട്ടേഷൻ ആക്കിയിട്ട് ക്രിയേറ്റ് ചെയ്യും. സിംഗിൾ പർച്ചേസ് കൊട്ടേഷൻ ആക്കിയിട്ട് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ മൾട്ടിപ്പിൾ പർച്ചേസ് റിക്വസ്റ്റിനെ സിംഗിൾ പർച്ചേസ് കൊട്ടേഷൻ ആക്കിയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് പർച്ചേസ് കൊട്ടേഷൻ ജനറേഷൻ വിസാർഡ് എന്നുള്ളത്. ഇതിൻ്റെ ഫസ്റ്റ് പേജാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്തത്. അതിൻ്റെ മെനു ആണ് പർച്ചേസ് APIയിൽ പർച്ചേസ് കൊട്ടേഷൻ ജനറേഷൻ വിസാർഡ് എന്ന് പറഞ്ഞ മെനുവിലാണ് നമ്മളിത് ക്ലിക്ക് ചെയ്യുന്നത്. ദെൻ ഇവിടെ കാണാം പർച്ചേസ് കൊട്ടേഷൻ ജനറേഷൻ വിസാർഡ്. ഈ വിസാർഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്താ വെച്ചാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് പോകുന്നതിനനുസരിച്ചിട്ട് ഓരോ സ്റ്റേജസും കംപ്ലീറ്റ് ചെയ്ത് പോകും. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു.
അപ്പോൾ ഇവിടെ ഒരു പാരാമീറ്റർ ക്രിയേറ്റ് ചെയ്യാൻ ചോദിക്കും. ഓക്കെ, അപ്പോൾ ന്യൂ പാരാമീറ്റർ, എക്സിസ്റ്റിംഗ് പാരാമീറ്റർ, അങ്ങനെ 2 പാരാമീറ്റർ ഇവിടെ ഉണ്ട്. എക്സിസ്റ്റിംഗ് പാരാമീറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നേ ക്രിയേറ്റ് ചെയ്ത പാരാമീറ്ററിനെ കണ്ടിന്യൂ ചെയ്തപ്പോൾ നമുക്ക് തൽക്കാലം ന്യൂ പാരാമീറ്റർ ക്രിയേറ്റ് ചെയ്യാം. ന്യൂ പാരാമീറ്റർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പാരാമീറ്ററിൻ്റെ നെയിമും അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനും ചോദിക്കും. അപ്പോൾ ടെസ്റ്റ്, ഞാൻ ജസ്റ്റ് നമുക്ക് ഒരു ട്രയലിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ടെസ്റ്റ് 1 കൊടുക്കുന്നു. നെക്സ്റ്റ് പേരും ടെസ്റ്റ് 1 കൊടുക്കുന്നു. ദെൻ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നെക്സ്റ്റ് സ്റ്റേജ് എത്തി. ഇവിടെ നമുക്ക് കാണാം ബേസ്ഡ് ഓൺ ഐറ്റം, ബേസ്ഡ് ഓൺ പർച്ചേസ് റിക്വസ്റ്റ്. 2 ഓപ്ഷൻസാണ് നമുക്ക് ഇവിടെ ഉള്ളത്, ബേസ്ഡ് ഓൺ ഐറ്റംസും ബേസ്ഡ് ഓൺ പർച്ചേസ് റിക്വസ്റ്റും. ജസ്റ്റ് ബേസ്ഡ് ഓൺ ഐറ്റം ഞാൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് കാണിച്ചു തരാം. ഇങ്ങനെ വരുമ്പോൾ ഇൻഡിവിജ്വലി ഓരോ ഐറ്റം നമ്മളതിനെ സെലക്ട് ചെയ്ത് അതിനെ ബേസ് ചെയ്തിട്ട് പർച്ചേസ് കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ ലിസ്റ്റിൽ നമ്മൾ 1 by 1 ഐറ്റം സെലക്ട് ചെയ്യുന്നു. അത് കൂടാതെ സ്ക്രീൻ മാക്സിമൈസ് ചെയ്യാം. 1 by 1 ഐറ്റം സെലക്ട് ചെയ്യും. അതിന് വേണ്ട റിക്വയർഡ് ആയിട്ടുള്ള ഡാറ്റ നമുക്കിവിടെ ഒരു കൊട്ടേഷന് വേണ്ടിയിട്ടുള്ള റിക്വയർഡ് ഡാറ്റ നമ്മൾ മാനുവലി ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. ക്വാണ്ടിറ്റി എത്ര വേണം, ഏത് വെയർ ഹൗസിലേക്കാണ്, എത്ര ഡേയ്സിന് വേണ്ടിയിട്ടുള്ള വാലിഡിറ്റി ആണെന്നുള്ള കാണിച്ചുകൊണ്ട് നമ്മൾ മാനുവലി ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇത് ഇൻഡിവിജ്വലി ഐറ്റം നമ്മൾ മാനുവലി സെലക്ട് ചെയ്ത് ചെയ്യുന്ന തേടാണ്. പക്ഷേ നമുക്ക് ബേസ്ഡ് ഓൺ പർച്ചേസ് റിക്വസ്റ്റ് എന്ന് പറയുമ്പോഴാണ് നമുക്ക് കൂടുതൽ യൂസ് വരുന്നത്. കാരണം മൾട്ടിപ്പിൾ പർച്ചേസ് റിക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട്. ഈ ക്രൈറ്റീരിയ എല്ലാം യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന പർച്ചേസ് റിക്വസ്റ്റിനെ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഏത് ഡേറ്റ് മുതലുള്ള ഏത് പർച്ചേസ് റിക്വസ്റ്റിനെ സെലക്ട് ചെയ്യണം, അതിൻ്റെ ഡോക്യുമെൻറ്റ് ഡേറ്റ്, റിക്വയർഡ് ഡേറ്റ് വെച്ച് ബേസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യാം. ദെൻ വാലിഡ് ഡേറ്റ് ബേസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യാം. ഡോക്യുമെൻറ്റ് നമ്പർ മുതൽ സെലക്ട് ചെയ്യാം. ദെൻ റിക്വസ്റ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. യൂസേഴ്സ്, എംപ്ലോയി, പർച്ചേസ് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടാവും റിക്വസ്റ്റർ, യൂസേഴ്സ്, എംപ്ലോയീസ്, ദെൻ എംപ്ലോയി ആൻഡ് യൂസേഴ്സ്, ഇങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് കിട്ടുന്ന ഡാറ്റയെ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിസം ആണിത്. ഓക്കെ, ആ ഫിൽറ്ററിംഗ് ആണ് ഈ ഒരു ഏരിയയിൽ നടക്കുന്നത്. ദെൻ ബ്രാഞ്ച്, ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ ഇവിടെ തന്നെ ഏത് ഐറ്റത്തിനെ സ്പെസിഫൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ദെൻ പർട്ടിക്കുലർ ഐറ്റം ഗ്രൂപ്പിൻ്റെ മാത്രം സെലക്ട് ചെയ്യാം. ദെൻ പ്രിഫേർഡ് വെണ്ടർ, ഇന്ന വെണ്ടറിൻ്റെ ഒരു പർട്ടിക്കുലർ വെണ്ടറിൻ്റെ മാത്രം കൊട്ടേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്താൽ മതി, അതിന് വേണ്ടിയിട്ടുള്ളൊരു സെലക്ഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു ഡാറ്റനെ നമുക്ക് കിട്ടുന്ന പർച്ചേസ് റിക്വസ്റ്റിനെ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു സ്റ്റേജാണ് ഇത്. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാണ്. ജസ്റ്റ് എല്ലാ ബ്രാഞ്ചും സെലക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഡോക്യുമെൻറ്റ് നമ്പർ ജസ്റ്റ് 7 to 8 കൊടുക്കുന്നു. ഇവിടെ നെക്സ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ എനിക്കിവിടെ ഒരു ഡാറ്റ ഫില്ലായി, കണ്ടോ, 7, 8 2 പർച്ചേസ് റിക്വസ്റ്റാണ് ഞാൻ സെലക്ട് ചെയ്തത്. 7ഉം 8 എന്നുള്ള പർച്ചേസ് റിക്വസ്റ്റാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ അതിവിടെ ഫില്ലായി നമുക്ക് വന്നു. പർച്ചേസ് കൊട്ടേഷനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡേറ്റ് കൊടുക്കുന്നു. ദെൻ വാലിഡിറ്റി 25 കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ കാണിക്കും നമ്മൾ പർച്ചേസ് റിക്വസ്റ്റിൽ വന്ന ഇൻഫർമേഷൻ എല്ലാം ഇവിടെ കാണിക്കും. ലൈൻ ബൈസ് ലൈനും കാണിക്കും. ഇത്ര ക്വാണ്ടിറ്റി റിക്വയർഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ റിക്വയർഡ് ഡേറ്റ് എന്താണ്, ഏത് വെയർ ഹൗസിലേക്കാണ് റിക്വയർ ചെയ്തിട്ടുള്ളത്, അങ്ങനത്തെ ഇൻഫർമേഷൻ ഇവിടെ കാണിക്കും. ഓക്കെ, ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പർച്ചേസ് കൊട്ടേഷനിലേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് ഏതെങ്കിലും ഐറ്റത്തിനെ റിമൂവ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാം. ഓക്കെ, ഈ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഈ ലൈനിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് റോ ഉണ്ടാവും. ജസ്റ്റ് ഡിലീറ്റ് റോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈൻ ഇവിടുന്ന് ഡിലീറ്റ് ആയി പോകും. ഓക്കെ, ഇപ്പോൾ പോയ പോലെ ഒരു ലൈൻ ഡിലീറ്റ് ആയി പോകും. ദെൻ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. അങ്ങനെ നമുക്ക് വേണ്ട അഡീഷണൽ കറക്ഷൻസ് ഇവിടെ നടത്തും. റിക്വസ്റ്റിനെ കൂടാതെ അഡീഷണൽ ചേഞ്ചസ് നമുക്ക് ഇവിടെ വരുത്താം. ഇത് വരുത്തി കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും നെക്സ്റ്റ് പോകാം. വീണ്ടും നെക്സ്റ്റ് പോയാൽ ഇവിടെ നമുക്ക് വരുന്നത് ഒരു കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഇവിടെ നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ വെണ്ടർ ഉണ്ടായിരിക്കും. വെണ്ടർ നമുക്ക് ഡിഫാൾട്ടായിട്ട് വരും. വെണ്ടർ എന്തുകൊണ്ട് നമുക്ക് വെണ്ടർ ഡിഫാൾട്ടായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഐറ്റം മാസ്റ്റർ ഡാറ്റ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ പർച്ചേസിങ് ടാബിൽ നമ്മൾ പ്രിഫേർഡ് വെണ്ടർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പ്രിഫേർഡ് വെണ്ടർ എന്താണെന്ന് വെച്ചാൽ ഇന്ന ഐറ്റം, ഈ ഐറ്റം ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഈ ഐറ്റം ഈ വെണ്ടർ കയ്യിൽ നിന്നാണ് വാങ്ങുന്നതെന്ന് നമ്മൾ സിസ്റ്റത്തിന് ഐഡൻറ്റിഫിക്കേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഓട്ടോമേഷൻ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ഇന്ന വെണ്ടർ ഐഡൻറ്റിഫൈ ചെയ്തോളും. അപ്പോൾ ഈ കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ഹെഡറിൽ പാസ് ചെയ്യേണ്ട ബ്രാഞ്ച് ഏതാണെന്നുള്ളതൊക്കെ നമ്മളിവിടെ സെലക്ട് ചെയ്യുന്ന ബ്രാഞ്ചും സീരീസും അതിൻ്റെ റിക്വയർഡ് ഡേറ്റും മറ്റു കാര്യങ്ങളും ഇവിടെ സെലക്ഷൻ വരുന്നുണ്ട്. ദെൻ ഇവിടെ നമുക്കൊരു ഫിൽറ്ററിങ് മെക്കാനിസം ഉണ്ട്. ഇവിടെ കണ്ടോ, ഗ്രൂപ്പ് ബൈ ബിസിനസ് പാർട്ണർ, ഗ്രൂപ്പ് ബൈ ഐറ്റം എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻ കണ്ടോ. ഈ ഐറ്റം ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐറ്റം വൈസ് ഇവിടെ സോർട്ടായിട്ട് കാണാം. ഗ്രൂപ്പ് ബൈ ബിസിനസ് പാർട്ണർ എന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പാർട്ണറിനെ, അതായത് വെണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫിൽട്രേഷൻ നമുക്ക് ഇവിടെ കാണാം. ദെൻ ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും നെക്സ്റ്റ് കൊടുക്കുന്നു.
നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഇതാണ് ഒരു പ്രിവ്യൂ സ്റ്റേജ് വരുന്നത്. കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു പ്രിവ്യൂ സ്റ്റേജാണിത്. നമ്മളിവിടെ ഈ വെണ്ടർ V0000001 എന്ന വെണ്ടറുടെ കയ്യിൽ നിന്ന് ഈ ഐറ്റംസ്, അതായത് 2 ഐറ്റമാണ് ഇവിടെ നമ്മൾ കൊട്ടേഷൻ കൊടുക്കാൻ പോകുന്നത്. ഐറ്റംസിൻ്റെ ലിസ്റ്റ് ഇവിടെ കാണിക്കും. അതുകൂടാതെ ഇന്ന വെയർ ഹൗസിലേക്കാണെന്നുള്ള ഒരു ഓവറോൾ പ്രിവ്യൂ ഇവിടെ കാണിക്കും. ഇത് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഓപ്ഷനാണ് വരുന്നത്. ഈ ഓപ്ഷനിൽ എക്സിക്യൂട്ട്, സേവ് പാരാമീറ്റർ ആൻഡ് എക്സിക്യൂട്ട്, സേവ് പാരാമീറ്റർ, സെറ്റ് ആൻഡ് എക്സിറ്റ്, ദെൻ അങ്ങനെ ഒരു ഓപ്ഷൻസ് ഇവിടെ കാണിക്കും. ഇതെന്താണെന്ന് വെച്ചാൽ എക്സിക്യൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ പർച്ചേസ് കൊട്ടേഷൻ ക്രിയേറ്റ് ആവും. പക്ഷേ ഈ പാരാമീറ്റർ സേവ് ചെയ്യത്തില്ല. ദെൻ സേവ് പാരാമീറ്റർ, സെറ്റ് ആൻഡ് എക്സിക്യൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൊട്ടേഷൻ ക്രിയേറ്റ് ആവുകയും ചെയ്യും. അതുപോലെ നമ്മളെ പാരാമീറ്റർ ഉണ്ടല്ലോ, ഈ ക്രിയേറ്റ് ചെയ്യുന്ന വിസാർഡ് അത് സേവ് ആവുകയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ 1-2 ഓപ്ഷൻസാണ് ഇവിടെ കിടക്കുന്നത്. കൂടാതെ ഇഫ് എനി എറർ ഒക്കെ സ്കിപ്പ് ടു നെക്സ്റ്റ് വെണ്ടർ, ഓക്കെ, ദെൻ ഓർ സ്റ്റോപ്പ് എക്സിക്യൂഷൻ, അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ കിടക്കുന്നത്. അതായത് എന്തെങ്കിലും എറർ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത വെണ്ടറിലേക്ക് പർച്ചേസ് കൊട്ടേഷൻ സ്കിപ്പ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ആ പർച്ചേസ് കൊട്ടേഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെക്കണം എന്നാണ് ചോദിക്കുന്നത്. എറർ മേ ബി സംഭവിക്കാം. ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് എറർ സംഭവിക്കാവുന്നതാണ്. കാരണം നമ്മൾ ഡാറ്റാബേസിനകത്ത് എന്തെങ്കിലും കൊടുക്കുന്ന ഡാറ്റയുടെ ഇൻപുട്ട് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മേ ബി എറർ സംഭവിക്കാം. അത് നമ്മൾ കൊടുക്കുന്ന ഡാറ്റ എത്രമാത്രം ആക്യുറസി ഉണ്ടോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, ഞാൻ ഇവിടെ സേവ് പാരാമീറ്റർ, സെറ്റ് ആൻഡ് എക്സിക്യൂട്ട് കൊടുക്കുകയാണ്. നെക്സ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ റണ്ണിങ് ദിസ് വിസാർ റിസൾട്ട് ദ ക്രിയേഷൻ ഓഫ് മൾട്ടിപ്പിൾ പർച്ചേസ് കൊട്ടേഷൻ, യു കനോട്ട് ക്യാൻസൽ ദിസ് ഓപ്പറേഷൻ, കണ്ടിന്യൂ ചോദിക്കുന്നത്. ഇതൊരു വാർണിംഗ് മെസ്സേജാണ്. അതായത് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഒരു പർച്ചേസ് കൊട്ടേഷൻ ക്രിയേറ്റ് ആവും. നമുക്ക് ആ കൊട്ടേഷൻ ക്യാൻസൽ ചെയ്യാൻ കഴിയത്തുമില്ല. ഓക്കെ, ക്യാൻസൽ മീൻസ് നമുക്ക് ഡാറ്റാ ബേസിൽ നിന്ന് ഈ ഒരു പ്രോസസ്സിനെ പിന്നെ ക്ലിയർ ചെയ്യാൻ കഴിയത്തില്ല. ഓക്കെ, അതാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ നോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് കൊടുക്കുന്നു. പാരാമീറ്റർ സെറ്റ് നെയിം ഓൾറെഡി എക്സിസ്റ്റ്, ഓവർ റൈറ്റ്, അതായത് ഈ സെയിം പേര് ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതിനെ ഓവർ റൈറ്റ് ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു പർച്ചേസ് കൊട്ടേഷൻ ക്രിയേറ്റ് ആയി, കണ്ടോ? ഇതൊരു പർച്ചേസ് കൊട്ടേഷൻ ക്രിയേറ്റ് ആയതിൻ്റെ ഒരു സമ്മറിയാണ് ഈ കാണുന്നത്. അതിൽ വന്ന് കുറച്ച് മെസ്സേജസ് ആണ് ഈ കാണുന്നത്. സേവ് പാരാമീറ്റർ കംപ്ലീറ്റ്, അത് നമ്മൾ പാരാമീറ്റർ സേവ് ചെയ്തു, അത് കംപ്ലീറ്റ് ആയി, സേവിങ്. ദെൻ പർച്ചേസ് കൊട്ടേഷൻ ജനറേഷൻ സ്റ്റാർട്ടഡ്. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക് പർച്ചേസ് കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്തു. 1 പർച്ചേസ് കൊട്ടേഷൻ വിത്ത് ഗ്രൂപ്പ് നമ്പർ 80 ക്രിയേറ്റ്, ഒരു പർച്ചേസ് കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്തു എന്ന് തന്നെ കാണിക്കുന്നുണ്ട്. ദെൻ പർച്ചേസ് കൊട്ടേഷൻ നമ്പർ 8, പർച്ചേസ് കൊട്ടേഷൻ ക്രിയേറ്റ് ആയി. ആ പർച്ചേസ് കൊട്ടേഷൻ്റെ ലിങ്കാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കണ്ടോ, ഈ ഗോൾഡൻ കളർ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആ പർച്ചേസ് കൊട്ടേഷനിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ എന്തായി, പർച്ചേസ് കൊട്ടേഷൻ ക്രിയേറ്റ് ആയി, വെണ്ടർ ഇവിടെ സെലക്ട് ആയി, ദെൻ അതിലേക്ക് ഐറ്റംസ് സെലക്ട് ആയി, ക്വാണ്ടിറ്റി വന്നു, പ്രൈസും മറ്റു കാര്യങ്ങളൊന്നുമില്ല. അത് നമുക്ക് വേണമെങ്കിൽ മാനുവലി ഫില്ല് ചെയ്യാം. എല്ലാ നമ്മളൊരു പർച്ചേസ് പ്രൈസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഡിഫോൾട്ടായിട്ട് പിക്കും ചെയ്യാം. അപ്പോൾ ഇത്രപോലെ ഇൻഫർമേഷൻ ഇവിടെ ഓട്ടോമാറ്റിക്കലി ഫില്ലായി. അതായത് നമ്മൾ പർച്ചേസ് കൊട്ടേഷൻ എന്നുള്ള ഒരു പ്രോസസ്സ് ഇവിടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പർച്ചേസ് കൊട്ടേഷൻ ജനറേഷൻ വിസാർഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞതും നമ്മൾ മുന്നേ പറഞ്ഞതെല്ലാം പർച്ചേസ് കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഈ ഓരോ മെത്തേഡ്സും ഡിഫറെൻറ്റ് യൂസസ് ആണ്. അതായത് നമ്മൾ എത്രമാത്രം കമ്പനിയിൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള യൂസസ് ആണ് ഈ പറയുന്നത്. കൂടുതൽ ഡാറ്റ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ ഈ കൊട്ടേഷൻ ജനറേഷൻ വിസാർഡ് പോലെയുള്ള ടൂൾസ് യൂസ് ചെയ്യേണ്ടി വരും. കാരണം അവർക്ക് ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കുറഞ്ഞ രീതിക്ക് അധികം കൊട്ടേഷൻ ഒന്നും കൊടുക്കുന്നില്ല. വല്ലപ്പോഴുമാണ് കൊട്ടേഷനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഡയറക്റ്റ് കൊട്ടേഷൻ പർച്ചേസ് കൊട്ടേഷൻ എൻ്റർ ചെയ്യാം. ഒരു റിക്വസ്റ്റ് ത്രൂ അവർ ചെയ്ത് പോകുന്നൊരു ഫ്ലോ ഉണ്ട്. കമ്പനിക്ക് ഒരു ഫ്ലോ ഉണ്ട്. ഇന്ന റിക്വസ്റ്റ് വരണം, ഇന്ന റിക്വസ്റ്റ് ബേസ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്ത് പോകുന്നു. അവർക്ക് അങ്ങനെ ഫ്ലോ ഉണ്ടെങ്കിൽ ആ റിക്വസ്റ്റ് ബേസ് ചെയ്തിട്ട് പർച്ചേസ് റിക്വസ്റ്റ് ബേസ് ചെയ്തിട്ട് കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ആക്ടിവിറ്റി വരുന്നത്. നെക്സ്റ്റ് പർച്ചേസ് കൊട്ടേഷൻ്റെ ഒരു റിപ്പോർട്ടാണ് അടുത്തായിട്ട് ഷോ ചെയ്യാൻ പോകുന്നത്. അതാണ് പർച്ചേസ് കൊട്ടേഷൻ കമ്പാരിസൺ റിപ്പോർട്ട്. ഓക്കെ, പർച്ചേസ് കൊട്ടേഷൻ കമ്പാരിസൺ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് പർച്ചേസ് കൊട്ടേഷൻ എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തില്ലേ, നമ്മൾ മനസ്സിലാക്കി. നമുക്കൊരു പ്രോഡക്റ്റ് വേണം. ആ പ്രോഡക്റ്റ് മാർക്കറ്റിൽ സപ്ലൈ ചെയ്യുന്ന മൾട്ടിപ്പിൾ വെൻഡേഴ്സ് ഉണ്ട്. ആ മൾട്ടിപ്പിൾ വെൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ പ്രൈസ് കളക്ട് ചെയ്യുന്നു. അവരുടെ ഡെലിവറി ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് നമ്മുടെ ഡാറ്റാബേസിലേക്ക് നമ്മളെ സോഫ്റ്റ്വെയറിലേക്ക് ഡാറ്റ എൻ്റർ ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സാണ് പർച്ചേസ് കൊട്ടേഷൻ എൻ്റർ ചെയ്യുക എന്നുള്ളത്. എന്തിനാണ് ഈ മൾട്ടിപ്പിൾ പാർട്ടിയുടെ കയ്യിൽ നിന്ന് മൾട്ടിപ്പിൾ വെൻഡറുടെ കയ്യിൽ നിന്ന് നമ്മൾ പർച്ചേസ് കൊട്ടേഷൻ കളക്ട് ചെയ്യുന്നത്? നമുക്ക് ബെറ്റർ ആയിട്ടുള്ള
പ്രൈസ് ആര് തരുന്നോ, ബെറ്റർ ആയിട്ടുള്ള സർവീസ് ആര് തരുന്നോ എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ വെണ്ടറിന് നമുക്കൊരു പർച്ചേസ് ഓർഡർ കൊടുക്കണം. അല്ലെങ്കിൽ ആ ഒരു വെണ്ടർ നമുക്ക് ഡിസൈഡ് ചെയ്യണം. നമ്മളെ പ്രൊഡക്റ്റ് നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു വെണ്ടർ ഡിസൈഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൊട്ടേഷൻ എൻ്റർ ചെയ്യുന്നതിനല്ലേ. അപ്പോൾ ആ ഒരു പ്രോസസ്സിന് ബെറ്റർ വെണ്ടറെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ് പർച്ചേസ് കൊട്ടേഷൻ കമ്പാരിസൺ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതും ഒരു ഫിൽറ്ററിങ് ടൂളാണ്. നമ്മുടെ മൾട്ടിപ്പിൾ പർച്ചേസ് കൊട്ടേഷനെ ഫിൽറ്റർ ചെയ്യാനുള്ള ഒരു ടൂളാണിത്. ഓക്കെ, അപ്പോൾ ഇവിടെ ജസ്റ്റ് ഇതൊന്ന് റൺ ചെയ്യാം. ഈ പർട്ടിക്കുലർ ഐറ്റത്തിൻ്റെ മാത്രം കൊട്ടേഷൻസ് നമ്മൾ ചെക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മൾട്ടിപ്പിൾ കൊട്ടേഷൻസാണ് ഈ കാണുന്നത്. അപ്പോൾ ഓരോ കൊട്ടേഷനിലും എത്ര രൂപയ്ക്ക് അവർ ഓഫർ ചെയ്യുന്നുണ്ട്, അവരെ അത് ബേസ് ചെയ്തിട്ടുള്ള റിക്വയർഡ് ഡേറ്റ്, അതുപോലെ നമ്മൾ കൊട്ടേഷനിൽ കൊടുക്കുന്ന റിക്വയർഡ് ക്വാണ്ടിറ്റി, ടോട്ടൽ എമൗണ്ട്, ഇതെല്ലാം ഇവിടെ ഇങ്ങനെ വിസിബിളായി വരും. അപ്പോൾ നമ്മൾ എത്ര കൊട്ടേഷൻ, ഒരു ഐറ്റത്തിന് എത്ര കൊട്ടേഷൻ നമ്മൾ എൻ്റർ ചെയ്യുന്നു, ആ കൊട്ടേഷൻ്റെ ലിസ്റ്റ് എല്ലാം ഇവിടെ ഡിസ്പ്ലേ ആയിട്ട് വരും. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നമുക്കിവിടെ അതിൻ്റെ പ്രൈസ് ഇങ്ങനെ കാണിക്കും. ഈ പ്രൈസ് കാണിക്കുന്നതിൽ ഇത് കണ്ടോ, ഈ റെഡ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടോ? ഈ റെഡ് ഹൈലൈറ്റ് ചെയ്യുക മീൻസ് നമുക്ക് കുറഞ്ഞ പ്രൈസ് ആരാണോ ഓഫർ ചെയ്യുന്നത് അതിനെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കാണിക്കുന്നതാണ് ഈ റെഡ് എന്നുള്ളത്. അതുപോലെ ക്വാർട്ടർ ഡേറ്റ് കണ്ടോ, ക്വാർട്ടർ ഡേറ്റ് എന്ന് ഇവിടെ സെപ്പറേറ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് കാണിക്കുക വെച്ചാൽ നമുക്ക് ഏറ്റവും ഫാസ്റ്റസ്റ്റായി ഡെലിവറി ആര് തരുന്നു, അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ ഇവിടെ കാണിക്കും. അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ കൊട്ടേഷൻസിൽ നിന്ന് നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ, പർച്ചേസ് ഓർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഏത് വെണ്ടർ വേണമെന്നുള്ള ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ കൊട്ടേഷൻ കമ്പാരിസൺ എന്നുള്ള റിപ്പോർട്ട്. അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ഇപ്പോൾ നമ്മൾ മാക്സിമം ഡിസ്കസ് ചെയ്തതെന്ന് വെച്ചാൽ പർച്ചേസ് കൊട്ടേഷൻ എന്താണ്, പർച്ചേസ് കൊട്ടേഷൻ്റെ ബെനിഫിറ്റ് എന്താണ്, SAP ബിസിനസ് വണ്ണിൽ എങ്ങനെ പർച്ചേസ് കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യാം, അതുമായിട്ട് ബന്ധപ്പെട്ട പർച്ചേസ് കമ്പാരിസൺ റിപ്പോർട്ട്. അപ്പോൾ ഈ ഒരു ഇത്രപോരം കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ മേജറായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. പർച്ചേസ് പ്രോസസ്സിൻ്റെ 2 മെയിൻ പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഒന്ന് പർച്ചേസ് റിക്വസ്റ്റ്, 2 പർച്ചേസ് കൊട്ടേഷൻ. ഇനി വരുന്ന വീഡിയോയിൽ മറ്റ് ഡോക്യുമെൻറ്റ്സ് നമുക്ക് SAP ബിസിനസ് വണ്ണിൽ എങ്ങനെ യൂസ് ചെയ്യുന്നു, അതിൻ്റെ ബെനിഫിറ്റും കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാം. ഇനി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പർച്ചേസ് ഓർഡർ ഡിസ്കസ് ചെയ്യാനുണ്ട്, അതിൻ്റെ ഇൻവോയ്സ് ഡിസ്കസ് ചെയ്യാനുണ്ട്, അതിൻ്റെ പർച്ചേസ് റിട്ടേൺ എങ്ങനെ ചെയ്യുന്നു, അതിൻ്റെ പേയ്മെൻറ്റ്, അങ്ങനെയുള്ള മറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് വരും വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതൊരു സീരീസാണ്. സീരീസായിട്ട് കണ്ടുപോകുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.